ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഉള്ളത് ചെന്നൈ റെയിൽവേ സ്റ്റേഷൻ്റെ മുമ്പിലാണ്. നമ്മൾ ഇവിടെ നിന്നും ചെന്നൈ മെറീന ബീച്ചിലേക്ക് പോകാനാണ് നമ്മുടെ പ്ലാനിങ്. അപ്പോൾ മറീന ബീച്ചിലേക്ക് പോയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ. മറീന ബീച്ചിലെത്തി. ഇതുപോലത്തെ കുറേ കച്ചവടക്കാരെയാണ് നമ്മൾക്ക് കാണാൻ സാധിച്ചത്. റോഡിൽ നിന്നും കുറച്ച് ദൂരെയായിട്ടാണ് മറീന ബീച്ച് ഉള്ളത്. റോഡിലിറങ്ങിയിട്ട് കുറച്ച് നടന്നു വന്നാൽ ഇതുപോലത്തെ കച്ചവടക്കാരും ധാരാളം കച്ചവടക്കാരുണ്ട്. അതുപോലെ കുട്ടികളുടെ കളി സാധനങ്ങൾ, കുട്ടികൾക്ക് കളിക്കാനുള്ളത്, അങ്ങനെ പലതും അവിടെ ഇതുപോലെ കാണാൻ സാധിക്കും. നല്ല തിരക്കുണ്ട്, അത്യാവശ്യം നല്ല തിരക്കുള്ള ബീച്ചാണ് മറീന ബീച്ച്. ഇതുപോലെ ധാരാളം കച്ചവടക്കാരുണ്ട്. അവരെയൊക്കെ നോക്കിക്കൊണ്ട് നമ്മളിങ്ങനെ നടന്നു നീങ്ങുകയാണ്. ചെറുതായിട്ട് ഉപ്പിലിട്ട പൈനാപ്പിൾ, മാങ്ങ, എല്ലാ കച്ചവടക്കാരും ഉണ്ട്. നമുക്ക് ആവശ്യമുള്ളത് കഴിക്കാൻ സാധിക്കും. ഇതുപോലത്തെ കച്ചവടക്കാരെ കാണുമ്പോൾ തന്നെ ഒരു ടൈം പാസ്സായിട്ട് നമ്മളിങ്ങനെ മുന്നിലോട്ട് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. നല്ല മണലായതുകൊണ്ട് നടന്നു നീങ്ങുമ്പോൾ നന്നായി ക്ഷീണമുണ്ടായിരുന്നു. ഞാനും എൻ്റെ ഫ്രണ്ടും കൂടിയാണ് പോയത്. രണ്ടുപേരും നടന്ന് വണ്ടി ഇറങ്ങി. ഞങ്ങളിവിടെ എത്തിയത് വൈകുന്നേര സമയമായതുകൊണ്ട് നമ്മുടെ നാട്ടിലെ പോലെ കടലിലേക്കല്ല സൂര്യൻ അസ്തമിക്കുന്നത്, നേരെ ഓപ്പോസിറ്റ് സൈഡായിരുന്നു. അത് വളരെ കൗതുകരമായ കാഴ്ചയായിട്ട് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു. കുട്ടികൾക്കൊക്കെ വളരെ കൗതുകരമായിട്ട് ഇതുപോലെ കുതിരസവാരിയൊക്കെ ബീച്ചിനടുത്ത് നടത്തുന്നുണ്ട്. അതുപോലെ കുട്ടികൾക്ക് ഊഞ്ഞാലാടാൻ, കുട്ടികൾക്ക് പറ്റിയ എല്ലാവിധ വിനോദങ്ങളും ഇവിടെ ഉണ്ട്. ഈ കാഴ്ച എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ധാരാളം മത്സ്യങ്ങൾ ഇതുപോലെ തേച്ച് പിടിപ്പിച്ച് പൊരിക്കാൻ പാകത്തിൽ അവർ ആവശ്യക്കാർക്ക് പൊരിച്ചു കൊടുക്കുന്നു. അങ്ങനെ നടന്നു നീങ്ങി നമ്മൾ ബീച്ചിൻ്റെ അടുത്തേക്ക് എത്തി. ഇവിടെ അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു ബീച്ചിൻ്റെ അടുത്ത്. ഇതുപോലെ കുറേ ആളുകളുണ്ടായിരുന്നു കാഴ്ചക്കാരായിട്ട്. വൈകുന്നേര സമയമായതുകൊണ്ടാണോ എന്താണെന്നറിയില്ല, അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഇതായിരുന്നു ആ മനോഹരമായ കാഴ്ച. നമ്മുടെ നാട്ടിലൊക്കെ കടലിലേക്ക് സൂര്യൻ അസ്തമിക്കുന്നു, പക്ഷേ ഇവിടെ ഇത് വ്യത്യസ്തമാണ്. കടലിലല്ല സൂര്യൻ അസ്തമിക്കുന്നത്, നേരെ ഓപ്പോസിറ്റ് സൈഡായിരുന്നു. അത് എനിക്ക് വളരെ മനോഹരമായ ഒരു കാഴ്ചയായിട്ടാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് തന്നെ കടലിൽ നിന്നും സൂര്യൻ ഉദിക്കുന്നു, കടലിൻ്റെ നേരെ എതിർവശത്തായിട്ട് സൂര്യൻ അസ്തമിക്കുന്നു. നമ്മുടെ നാട്ടിലതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഇവിടെ കാണാൻ അനുഭവപ്പെട്ടത്. കടലിൻ്റെ തീരത്ത് ഇതുപോലെ കുതിരകളെ കൊണ്ട് കുതിരസവാരി കുട്ടികൾക്കായിട്ട് അവരൊരുക്കിയിട്ടുണ്ട്. അതിൽ കുട്ടികളൊക്കെ കയറുന്നുണ്ട്. ചില കുട്ടികൾ പേടി കൊണ്ട് പെട്ടെന്ന് ഇറങ്ങുന്നതും കാണാൻ സാധിച്ചു. ഫുഡ്, ഇത് നമ്മൾ പോണ സ്ഥലങ്ങൾ അതൊക്കെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാന്നുള്ളത് മനസ്സിലായി, അത്രേ ഉള്ളൂ.
ഇതൊരു അടിപൊളി കാഴ്ചയായിരുന്നു. ഇതുപോലെയുള്ള കൗതുക സാധനങ്ങൾ നമുക്ക് വീട്ടിലൊക്കെ അലങ്കാരത്തിന് വെക്കാൻ പറ്റിയ ഒരുപാട് സാധനങ്ങളുണ്ട്. ഇത് നേരത്തെ കാണിച്ചതുപോലെ തന്നെ ഇവിടെ മറ്റൊരിടത്തായിട്ട് ഇതുപോലെ മീൻ മസാല തേച്ച് പിടിപ്പിച്ച് നല്ല ഫ്രൈ ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ആവശ്യക്കാർ അതിൽ നിന്നും ചോദിച്ച് വാങ്ങി അവർക്കത് അതിൻ്റെ ആളുകൾ ഫ്രൈ ചെയ്ത് കൊടുക്കുന്നതായിട്ട് കണ്ടു. പിന്നെ കുറച്ച് ഇപ്പുറത്തേക്ക് വന്നപ്പോൾ കുറേ ചേച്ചിമാർ ബജി, ബോണ്ട അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും വിൽക്കുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിച്ചു. പിന്നെ ഇതുപോലെയുള്ള മനോഹരമായ സാധനങ്ങൾ വീട്ടിലേക്ക് അലങ്കാരത്തിനായിട്ട് വെക്കുന്ന ഒരുപാട് സാധനങ്ങൾ കാണാൻ സാധിച്ചു. ഇതുപോലെ കുട്ടികൾക്ക് വിനോദമായിട്ടുള്ള കാര്യങ്ങൾ അവിടെ വളരെ രസകരമായ രീതിയിൽ ചെയ്തു കൊടുക്കുന്ന കുറേ ആളുകളെ കണ്ടു. ഇതുപോലെ 2-3 ഇടത്ത് ഇങ്ങനെയുള്ള വ്യത്യസ്തമായ കാഴ്ചകളുണ്ടായിരുന്നു. ഇതൊരു വ്യത്യസ്തമായ കാഴ്ചയല്ല, കുട്ടികൾക്ക് വെറുതെ ഒരു ടൈം പാസിന് വേണ്ടിയിട്ടുള്ളൊരു കാഴ്ച. ഇവിടെ നേരത്തെ കണ്ടതുപോലെ തകൃതിയായിട്ട് ബജി, അതുപോലെ ഗോബി അങ്ങനെയുള്ള സാധനങ്ങൾ വറുത്ത് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല കച്ചവടം ചെയ്യുന്നുണ്ട് പലരും ഇവിടെ. ഇങ്ങനെ ഇതൊക്കെ ഇവിടെയുള്ള സ്ത്രീകൾ തന്നെ ആയേക്കാം. അവരുടെ ഒരു നിത്യചെലവിന് വേണ്ടി അവർ കണ്ടെത്തിയ ഒരു മാർഗമായേക്കാം. കുട്ടികളെ ആകർഷിക്കാൻ വേണ്ടി ഇതുപോലെയുള്ള ടോയ്സ് കച്ചവടക്കാർ ഒരുപാടുണ്ട് ഇവിടെ. പലരും കുട്ടികൾക്ക് വേണ്ടി വാങ്ങിക്കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ കുട്ടികൾ കരയും. അതുകൊണ്ട് തന്നെ നമ്മൾ വാങ്ങിക്കൊടുക്കുകയും ചെയ്യും. ഇത് തിരിച്ചു വരുന്ന വഴിയാണ്. ഞങ്ങൾ കടന്നുപോയ വഴിൻ്റെ സൈഡിലൂടെയാണ് തിരിച്ചു വരുന്നത്. തിരിച്ചു വരുമ്പോൾ ഇരുവശത്തും ഇതുപോലെയുള്ള കാഴ്ചകളാണ് കാണാൻ കഴിയുന്നത്. അങ്ങനെ പുറത്തേക്ക് വന്നപ്പോൾ ഞങ്ങൾക്ക് മറ്റൊരു കാഴ്ചയിലേക്ക് നീങ്ങി. ഇതുപോലെയുള്ള ഒരു കാഴ്ച. ഏകദേശം ഇരുട്ടായി തുടങ്ങി. ആളുകൾ ഈ സമയത്തും നന്നായിട്ട് തന്നെ ഉണ്ട് ഈ ഭാഗത്തൊക്കെ.